അങ്ങനെ അതിപ്പോൾ SIT പ്രവർത്തിക്കുന്നുണ്ട്. അവർ കാര്യക്ഷമമായി തന്നെ കാര്യങ്ങൾ പരിശോധിക്കും. എല്ലാ വിഭാഗ ആളുകളുടെയും മൊഴിയെടുക്കുന്നുണ്ട്. അത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ പ്രധാന പ്രതികൾ രണ്ടുപേരിപ്പോൾ അവരുടെ കസ്റ്റഡിയിലുണ്ടല്ലോ. ഒന്ന് പോറ്റിയും പിന്നെ ഈ സ്വർണം മുഴുവൻ വാങ്ങിയിട്ടുള്ള ആളും. അപ്പോൾ അത് എന്ന് മുതൽ തുടങ്ങി, എങ്ങനെ വന്നു, ഏതാണ് ബന്ധങ്ങൾ, ഇതിന്റെ പുരാവസ്തുക്കൾ എവിടെ കൊണ്ടുപോയി, അതിനകത്ത് പുരാവസ്തു വിദേശത്ത് കൊണ്ടുപോയെന്നിപ്പോൾ ശ്രീ ചെന്നിത്തല പറഞ്ഞിരിക്കുന്നു. വിദേശത്ത് പുരാവസ്തുവിന്റെ പ്രത്യേകം കച്ചവടമുള്ള ആളുകളുടെ ബന്ധങ്ങൾ എവിടെയൊക്കെയാണ്, അങ്ങനെ എല്ലാ വശവും SIT സ്വാഭാവികമായിട്ടും പരിശോധിക്കേണ്ടതാണല്ലോ. അവർ പരിശോധിച്ചിട്ട് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കും. അതിനെ തുടർന്ന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അവർ പോവുകയും ചെയ്യും. ഉന്നതരിലേക്ക് അന്വേഷണം പോകുന്നില്ല പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം. അല്ല, പ്രതിപക്ഷം നിങ്ങളെ മാധ്യമ പ്രവർത്തകർ ഒന്നും ചോദിക്കാത്തതുകൊണ്ടാണല്ലോ. നിങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിക്കില്ല, എന്നോട് നിങ്ങൾ കാര്യപാത്ര പ്രസക്തമായ ഒരു ചോദ്യം ചോദിക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾ എന്താ ചോദിക്കേണ്ടത്? ഇപ്പൊ അവരെല്ലാവരും പറഞ്ഞു SIT ഞങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്, ഇപ്പൊ ചില വിശ്വാസമില്ല. അപ്പൊ നിയമസഭ നിങ്ങൾ എന്തിനാ ബഹിഷ്കരിച്ച? അല്ല, ഞാൻ ചോദിച്ചത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണല്ലോ തുടക്കം മുതൽ അന്വേഷണം. നിയമസഭയിൽ ഞങ്ങൾ തന്നെ ചോദിച്ചല്ലോ, ഹൈക്കോടതിയുടെക്കാൾ വിശ്വാസം നിങ്ങൾക്ക് CBIയിലാണോ? അപ്പൊ ഞങ്ങൾക്ക് CBI അന്വേഷണം വേണം എന്ന് പറഞ്ഞിട്ടല്ലേ ഇവിടുന്ന് പോയത്. ഡൽഹിയിൽ എന്തിനാ സമരം ചെയ്ത മുദ്രാവാക്യം എന്തായിരുന്നു? ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാണ്. ജുഡീഷ്യൽ അന്വേഷണം എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊക്കെ നിങ്ങൾ പ്രതിപക്ഷത്തോട് ചോദിക്കണം. നിങ്ങൾ എന്തെങ്ങനെ മാറുന്നേ? SIT അന്വേഷിക്കുന്നു എന്ന് നിങ്ങൾ അംഗീകരിച്ചിരുന്നില്ലല്ലോ. ഞങ്ങൾ അന്നും പറയുന്നു ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണമുണ്ട്. ആ അന്വേഷണം അവര് കാര്യങ്ങൾ പരിശോധിക്കും. അത് ഗവൺമെന്റ് കുറ്റവാളികളെ ആരെയും സംരക്ഷിക്കില്ല. അത് വളരെ കൃത്യമായ നിലപാടാണ്. എന്ന് മുതലാണ് ഈ പോറ്റി അവിടെ വന്നത്? പോറ്റിക്ക് ആരൊക്കെയായിട്ടാണ് ബന്ധം? ആരാണ് സ്വർണം വാങ്ങുന്ന സ്ഥലം? ഇപ്പൊ കണ്ടെത്തിയിട്ടുള്ള ആളുടെ ബെല്ലാരി ബന്ധമെന്ത്? ഇതെല്ലാം തന്നെ വിശദമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു. മറ്റേ ചിന്താവിഷ്ടയായ ശ്യാമളയിൽ ഒരു ദിവസം പെട്ടെന്ന് ശ്രീനിവാസൻ മാലയിട്ട പോലെ വളരെ സ്വാത്വികനായിട്ടുള്ള പോറ്റി 2019 ഒരു ദിവസം ഈ മോഷണം തുടങ്ങി പെട്ടെന്നുള്ള പരിണാമമായിരിക്കില്ലല്ലോ. അപ്പൊ അതെല്ലാം പരിശോധിക്കട്ടെ, നല്ല രീതിയിൽ അന്വേഷണം വരട്ടെ. അല്ല, പ്രതിപക്ഷത്തില് അപ്പൊ ചോദിച്ച ചില രണ്ടുപേരും ഒന്നിച്ചു വന്നിട്ടുള്ളത് സോണിയാഗാന്ധിയുടെ അടുത്താണല്ലോ. രണ്ടുപേരും ഒന്നിച്ചു വന്ന ഒറ്റ ചിത്രമുള്ളൂ, സ്വർണം കട്ടാളും വാങ്ങിയാളും എന്ന് ഇതുവരെ നിങ്ങൾ മാധ്യമങ്ങൾ വഴി നമ്മുടെ മുമ്പിൽ SIT റിപ്പോർട്ടൊന്നുമില്ല, ഹൈക്കോടതിയിലെ വരുന്നത്. ആ പറഞ്ഞ രണ്ടുപേരും ഒന്നിച്ചു വന്നിരിക്കുന്ന ഒറ്റ ആളുടെ ചിത്രമേ മാത്രമേ ഉള്ളൂ. അതും സാധാരണ ആർക്കും ഇതുവരെ കയറാൻ വളരെ ബുദ്ധിമുട്ടുള്ള, നമ്മുടെ തിരുവനന്തപുരത്തുള്ള ആളുകൾക്ക് പോലും MP-ക്ക് പോലും ഇതുവരെ കയറാൻ സമയം കിട്ടിയിട്ടില്ല എന്നൊരു സ്ഥലത്താണല്ലോ വന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഗൗരവമായ കാര്യങ്ങൾ ഇതിന് പുറകിൽ ഉണ്ടായിരിക്കും. അപ്പൊ അതെല്ലാം അന്വേഷണം നടക്കട്ടെ. എന്തായാലും SIT ഗവൺമെന്റ് പൂർണ്ണമായിട്ടും നേരത്തെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അതിനനുസരിച്ചുള്ള അന്വേഷണം മുന്നോട്ട് പോകും. ഒരു കാര്യം പറഞ്ഞു, മാറ്റമല്ല, പാട്ടാണ് വോട്ടായി മാറുന്നത്, മാറ്റമല്ല എന്ന് പറഞ്ഞു. പാട്ടിന് അത്ര പ്രാധാന്യം വരുമോ? ഏത് പാട്ടാ? അത് ഞാൻ പ്രസംഗിച്ച് നിങ്ങൾ പ്രസംഗിച്ച എന്നുള്ള ഭാഗം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞത് ഈ മാധ്യമങ്ങൾ നെഗറ്റിവിറ്റി പ്രചരിപ്പിക്കുന്നു. ഇപ്പൊ നിങ്ങൾ കേട്ടല്ലോ, ഫിക്കിയുടെ യോഗത്തിൽ സേവനാവകാശ നിയമം അറിയുന്ന ആരെങ്കിലും ഉണ്ടോന്ന് വെച്ചപ്പോൾ ആരും കൈവക്കിയില്ലല്ലോ. IMG റിപ്പോർട്ടിൽ പറയുന്ന കഴിഞ്ഞ സേവനാവകാശ നിയമം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ മാധ്യമങ്ങൾ ഒട്ടും തന്നെ ശ്രമിച്ചില്ല എന്ന് IMG റിപ്പോർട്ട് പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഈ വസ്തുതകളും പോസിറ്റീവായ കാര്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഒട്ടും തന്നെ താല്പര്യം കാണിക്കുന്നില്ല എന്ന വിമർശനമാണ് മുന്നോട്ട് വെച്ചത്. അല്ലാതെ ഏതെങ്കിലും ഒരു പാട്ട് മാത്രം കേട്ടിട്ട് ആളുകൾ വോട്ട് ചെയ്യുന്നുള്ളതല്ല. അത്തരം പ്രചാരവേലകൾ, ഇത്തരം പ്രചാരവേലകൾ മാധ്യമങ്ങൾ തുടർച്ചയായി കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. അത് ജനങ്ങളിലേക്ക് വസ്തുതകൾ എത്തിക്കും. ഇപ്പൊ നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട എന്തെന്ന്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ കോൺഗ്രസിന് മുഴുവൻ ആളുകളും BJP-യിലേക്ക് പോയില്ലേ? അപ്പൊ പ്രതിപക്ഷ നിങ്ങളോട് പറഞ്ഞു അവർ BJP-യിലേക്ക് പോയിട്ടില്ല, അവർ തുടരുകയാണ്. അപ്പൊ നിങ്ങൾ അതെല്ലാം കേട്ടു. അപ്പൊ BJP-യുടെ പിന്തുണയോടുകൂടി വൈസ് പ്രസിഡന്റായിട്ട് ഇപ്പോഴും അവിടെ തുടരുന്ന ആളാരാ? കോൺഗ്രസിന്റെ ആളല്ലേ? കുമരകത്ത് എങ്ങനെയാണ് സംഭവിച്ചത്? നാം കാണേണ്ടത് കേരളത്തിലെ കോൺഗ്രസിന്റെ മനസ്സ് BJP-യാണ്. എന്നും BJP-യെ സ്തുതിക്കുന്ന ശശി തരൂർ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറല്ലേ? കോൺഗ്രസിന് BJP എപ്പോഴും BJP വിട്ടപ്പോൾ RSSനെ സ്തുതിക്കുന്നതിലല്ലേ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാക്കളുടെ മത്സരം? നേരത്തെ BJP-യും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാണ് സ്തുതിച്ചിരുന്നതെങ്കിൽ ഇപ്പൊ അത് മാറി RSSനെ സ്തുതിക്കുന്നതിൽ കേരളത്തിലെയും ഇന്ത്യയിലെയും കോൺഗ്രസിന്റെ നേതൃത്വം മത്സരിക്കല്ലേ?
അപ്പൊ അങ്ങനെ പാകപ്പെടുത്തിയെടുത്ത ഒരു BJP മനസ്സുള്ള ആളുകളാണ് അതിവേഗത്തിൽ കേരളത്തിൽ ഒന്നിച്ച് അരുണാചലിൽ 43-ൽ 42 പോയെങ്കിൽ ഇവിടെ എല്ലാവരും എട്ടും തന്നെ നേരെ BJPയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം വന്നിരിക്കുന്നു. ഇതിനെന്തെങ്കിലും ഒരു ന്യായമായ എത്ര ലാഘവത്വത്തോടു കൂടിയാണ് ആ പ്രശ്നത്തെ സമീപിച്ചത്? അത് CPM വിരുദ്ധ രാഷ്ട്രീയം മാത്രം കേരളത്തിൽ കൈകാര്യം ചെയ്യുന്ന കോൺഗ്രസിന്റെ ഈ അവസ്ഥ നാം ശരിയായ രൂപത്തിൽ കാണണം. അതുപോലെ വയനാട് നോക്കുമ്പോൾ 200 വീടുകളുടെ കോൺക്രീറ്റൊക്കെ പൂർത്തീകരിച്ച് പോയല്ലോ. ശരിക്കും ഒരു 10 ദിവസത്തെ ന്യൂസ് അവർ ചർച്ച ചെയ്യേണ്ടതാണല്ലോ. പണം വാങ്ങിയത് എവിടെ പോയി, എന്ന് കല്ലിടും, ഒരു കാര്യം പോലും നടക്കുന്നില്ലല്ലോ. ഇതുപോലെ ജനങ്ങളെ വഞ്ചിച്ച ഒരു സമീപനം കേരളത്തിൽ എങ്ങനെ മുന്നോട്ട് പോകുന്നൊരു പാർട്ടി? ഇതെല്ലാം നിങ്ങൾ വേണ്ടത്ര ചർച്ച ചെയ്യുന്നില്ല എന്നാണ് ഞാൻ ഉന്നയിച്ചത്. ബുൾഡോസർ രാജ് ഇപ്പൊ അവര് തന്നെ സമ്മതിച്ചു. ഇപ്പൊ ചിലർ പേരാണ് ഇപ്പോ രേഖകളില്ല, അതിന്റെ വ്യത്യസ്തമാണെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ രേഖകളില്ലാത്തവരൊക്കെ ബുൾഡോസർ വെച്ചാണോ UDF വന്നു കഴിഞ്ഞാൽ ഇപ്പൊ മുനമ്പത്ത് രേഖയില്ല എന്ന് പറഞ്ഞു. 10 മിനിറ്റ് പരിഹാരം ഇപ്പൊ മനസ്സിലായില്ലേ? രേഖകളില്ലാത്തവർ ഒഴിപ്പിക്കുന്നതിന്റെ 10 മിനിറ്റ് പരിഹാരം ഇതാ, ബുൾഡോസർ വെച്ചാൽ ഓടിച്ചാൽ മതി, നേരെ ഒഴിവാക്കാൻ കഴിയും. അപ്പൊ അത് BJP നേരത്തെ ചെയ്തത് ഇപ്പോ കോൺഗ്രസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിന് ലാഘവത്വത്തോടു കൂടി കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം കാണുന്നു, അവിടുത്തെ കോൺഗ്രസ് നേതൃത്വം കാണുന്നു. കർണാടകയുടെ കാര്യത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇടപെടണ്ട എന്ന് കോൺഗ്രസിന്റെ ഒരു നേതാവായിട്ടുള്ള അവിടുത്തെ ഭരണാധികാരിയല്ലേ പറയുന്നത്. അപ്പൊ നേരത്തെ UPയിലും അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലും രാഹുൽ ഗാന്ധി ചെല്ലുമ്പോ ഇവിടെ ഞങ്ങളുണ്ട് എന്ന് യോഗി ആദിത്യനാഥ് പറയുന്ന അതേ സ്വരമല്ലേ ശിവകുമാറിനുള്ളത്? ഇവിടുത്തെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയുന്ന അതേ സ്വരം രാഹുൽ ഗാന്ധി എന്താ ഇങ്ങോട്ട് പോകാത്തത്? അപ്പോ അതിനെന്തുകൊണ്ട് കോൺഗ്രസ് വിലക്കിയില്ല? അങ്ങനെ പറഞ്ഞ് തെറ്റായി പോയി, അത്തരം കാര്യങ്ങളിൽ ഇങ്ങനെ നിലപാട് സ്വീകരിക്കാൻ പാടില്ല എന്ന് എന്തുകൊണ്ട് കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വം നിലപാട് സ്വീകരിക്കുന്നില്ല? അപ്പോ ഈ മറ്റത്തൂർ പഞ്ചായത്തിലെ മെമ്പർമാരുടെ മനസ്സ് തന്നെയാണ് ഗണഗീതം പാടിയാലല്ലേ ശിവകുമാർ, അദ്ദേഹം അസംബ്ലിയിൽ പാടിയില്ലേ, അതിനെ സ്തുതിച്ച ആളല്ലേ. അപ്പൊ ആ പ്രവർത്തനം അവരിൽ ഉണ്ടാകുന്നു എന്ന് മാത്രം കണ്ടാൽ മതി.